ഗാസയിലെ ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണവും അതിനുശേഷമുള്ള ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വ്യോമാക്രമണവും കരയാക്രമണവും നിലവിൽ തുടരുകയാണ്. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ലോകശ്രദ്ധയാകർഷിച്ചത് ഇസ്രായേലിന്റെ അയൺ ഡോം സിസ്റ്റമായിരുന്നു. ഇത്തരത്തിൽ എല്ലാ ലോകരാജ്യങ്ങൾക്കും സ്വന്തമായി നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തനത്തിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി S-500 എയർ ഡിഫൻസ് സിസ്റ്റം. S-500 എയർ ഡിഫൻസ് സിസ്റ്റം എന്നത് S-400നും A-235 ABM മിസൈൽ സംവിധാനത്തിന്റെ നവീകരണമായി എത്തിയ ഒരു റഷ്യൻ സർഫസ് ടു എയർ മിസൈൽ ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ്. എല്ലാത്തരം ആധുനിക ഹൈപ്പർസോണിക് ആയുധങ്ങളെയും തടയാൻ S-500ന് കഴിയുമെന്ന് റഷ്യ അവകാശപ്പെടുന്നു. കൂടാതെ ഇത്തരം കഴിവ് വിജയകരമായി പരീക്ഷിച്ചതായും റഷ്യ അവകാശപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ 600 കിലോമീറ്റർ ദൂരത്തിലും 200 കിലോമീറ്റർ ഉയരത്തിലും എത്തുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും വിമാനങ്ങളും തടസ്സപ്പെടുത്തുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് S-500 എയർ ഡിഫൻസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആന്റി ബാലിസ്റ്റിക് മിസൈലിനായി 600 കിലോമീറ്ററും വ്യോമ പ്രതിരോധത്തിനായി 500 കിലോമീറ്ററും ആസൂത്രണം ചെയ്തിരിക്കുന്ന S-500ന് ഒരേ സമയം 10 ലക്ഷ്യങ്ങളെ വരെ കണ്ടെത്താനും ഇടപഴകാനും കഴിയും. 2021 മുതൽ ഈ സംവിധാനം റഷ്യൻ സേനയിൽ സേവനമനുഷ്ഠിച്ചു പോരുന്നു. രണ്ടാമതായി S-400 എയർ ഡിഫൻസ് സിസ്റ്റം. S-400 ട്രയംഫ് എന്നും അറിയപ്പെടുന്ന S-400 എയർ ഡിഫൻസ് സിസ്റ്റം ലോകത്തിലെ തന്നെ തെളിയിക്കപ്പെട്ട ഏറ്റവും മികച്ച സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമായി അറിയപ്പെടുന്നു. വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിങ്ങനെ വിവിധ വ്യോമ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും കഴിവുള്ള റഷ്യ വികസിപ്പിച്ച സംവിധാനമാണ് S-400 എന്നത്. S-400ന് 400 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ട് എന്നത് കൂടാതെ 30 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന 36 ലക്ഷ്യങ്ങളെ വരെ 4 വ്യത്യസ്ത തരം മിസൈലുകൾ ഉപയോഗിച്ച് ഒരേ സമയം ആക്രമിക്കാൻ S-400ന് കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ പ്രവർത്തന രീതിയിൽ വിന്യസിച്ചിരിക്കുന്ന ആധുനിക ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം കൂടിയാണ് S-400. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും S-400 എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിപ്പിച്ചു പോരുന്നു. S-500 എത്തിയിട്ടും S-400ന്റെ അത്യാധുനിക കഴിവുകൾ കാരണം റഷ്യൻ സേന ഇപ്പോഴും S-400 എയർ ഡിഫൻസ് സിസ്റ്റം വൻതോതിൽ ഉപയോഗിച്ചു പോരുന്നു. മൂന്നാമതായി ഡേവിഡ് സ്ലിംഗ് മിസൈൽ സിസ്റ്റം. ഡേവിഡ് സ്ലിംഗ് എന്നത് ഇസ്രായേലി പ്രതിരോധ കരാറുകാരനായ റാഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റംസും അമേരിക്കൻ പ്രതിരോധ കരാറുകാരനായ റെയ്ത്യോണും സംയുക്തമായി വികസിപ്പിച്ച ഒരു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനിക സംവിധാനമാണ്. 2017 മുതൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംവിധാനം ശത്രു വിമാനങ്ങൾ, ഡ്രോണുകൾ, തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇടത്തരം മുതൽ ദീർഘദൂര റോക്കറ്റുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ 40 മുതൽ 300 കിലോമീറ്റർ വരെയുള്ള റേഞ്ചിൽ നശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ആയുധപ്പുരയിലെ MIM-23 ഹോക്ക്, MIM-104 പാട്രിയോട്ട് എന്നിവയ്ക്ക് പകരമായാണ് ഇസ്രായേൽ ഡേവിഡ് സ്ലിംഗ് വികസിപ്പിച്ചെടുത്തത്. ഇതൊരു വെർട്ടിക്കൽ മിസൈൽ ഫയറിംഗ് യൂണിറ്റ്, ഒരു ഫയർ കൺട്രോൾ റഡാർ, ഒരു ബാറ്റിൽ മാനേജ്മെന്റ് ഓപ്പറേറ്റർ സ്റ്റേഷൻ, സ്റ്റണ്ണർ ഇന്റർസെപ്റ്റർ എന്നിവ ഉൾക്കൊള്ളുന്നു. ഇവയുടെ ഓരോ ഫയറിംഗ് യൂണിറ്റിനും 12 മിസൈലുകൾ വീതം ഉൾക്കൊള്ളാൻ കഴിയും. പോയിന്റ് ഡിഫൻസ് അയൺ ഡോമിനും അപ്പർ ടയർ ആരോ സിസ്റ്റങ്ങൾക്കും ഇടയിലുള്ള ഇസ്രായേലിന്റെ അത്യാധുനിക മൾട്ടി ലെയർ എയർ ഡിഫൻസ് നെറ്റ്വർക്കായി ഇത് നിലകൊണ്ടുപോരുന്നു. നാലാമതായി താഡ് അഥവാ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം ഒരു അമേരിക്കൻ ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഹ്രസ്വ, ഇടത്തരം, ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ടെർമിനൽ ഘട്ടത്തിൽ ഫയർ ചെയ്ത് വീഴ്ത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അത്യാധുനിക സംവിധാനമാണിത്. 1991 ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിന്റെ സ്കഡ് മിസൈൽ ആക്രമണത്തിന്റെ അനുഭവത്തിന് ശേഷമാണ് താഡ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. താഡ് ഇന്റർസെപ്റ്റർ വാർഹെഡുകൾ വഹിക്കുന്നതിന് പകരം ഇൻകമിംഗ് മിസൈലുകളെ നശിപ്പിക്കാൻ അതിന്റെ ഗതികോർജ്ജത്തെ ആശ്രയിക്കുന്നു. 200 കിലോമീറ്റർ പരിധിയിലും 150 കിലോമീറ്റർ വരെ ഉയരത്തിലും എത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള ശത്രുതയുള്ള ഇൻകമിംഗ് ഭീഷണികളിൽ നിന്നും വലിയൊരു മേഖലയെ പരിരക്ഷിക്കുന്നതിനായി എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രതിരോധ ആയുധ സംവിധാനമാണ് താഡ് എന്നത്. അഞ്ചാമതായി MIM-104 പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം. MIM-104 പാട്രിയോട്ട് എന്നതൊരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും നിരവധി സഖ്യരാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു പ്രാഥമിക സംവിധാനം കൂടിയാണ്. തുടക്കത്തിൽ ഒരു ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റമായി രൂപകൽപ്പന ചെയ്തെങ്കിലും പാട്രിയോട്ടിന്റെ പുതിയ വകഭേദങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ, വിമാനങ്ങൾ എന്നിവയിൽ ഏർപ്പെടാൻ പ്രാപ്തമാണ്. ഒരു സാധാരണ പാട്രിയോട്ട് ബാറ്ററിയിൽ ഒരു റഡാർ സെറ്റ്, എൻഗേജ്മെന്റ് കൺട്രോൾ സ്റ്റേഷൻ, പവർ ജനറേഷൻ, മറ്റ് സപ്പോർട്ട് വെഹിക്കിളുകൾ, നിരവധി ലോഞ്ച് സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടുന്നു. 160 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചുള്ള ഈ സംവിധാനം S-400ന് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിന്യസിച്ച വ്യോമ പ്രതിരോധ സംവിധാനമായി മാറുന്നു. കൂടാതെ S-400നെ പോലെ പ്രവർത്തന പരിചയമുള്ള ഒരു അത്യാധുനിക സംവിധാനം കൂടിയാണ് പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം. ആറാമതായി ആസ്റ്റർ 30 ഡിഫൻസ് സിസ്റ്റം. ആസ്റ്റർ 30 ഒരു ഓൾ വെതർ വെർട്ടിക്കലി ലോഞ്ച്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമായി കണക്കാക്കപ്പെടുന്നു.
തിയേറ്റർ സംരക്ഷണത്തിനായുള്ള 21ാം നൂറ്റാണ്ടിലെ പ്രധാന മൊബൈൽ വിമാനവിരുദ്ധ പ്രതിരോധായുധമാണ് ആസ്റ്റർ 30 സിസ്റ്റം എന്നത്. ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചത് MBDA മിസൈൽ സിസ്റ്റത്തിന്റെയും തെയിൽസിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള യൂറോസമാണ്. ഫ്രഞ്ച് സൈന്യം, ഫ്രഞ്ച് വ്യോമസേന, ഇറ്റാലിയൻ ആർമി, റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ എയർഫോഴ്സ് എന്നിവയുൾപ്പെടെ വിവിധ വ്യോമസേന, നാവികസേന, കരസേന എന്നിവ ഈ മിസൈൽ പ്രവർത്തിപ്പിച്ചു പോരുന്നു. കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ, UAVകൾ, ഹെലികോപ്റ്ററുകൾ, ക്രൂയിസ്, സീ സ്കിമ്മിംഗ്, സൂപ്പർസോണിക്, ആന്റിഷിപ്പ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വ്യോമ ഭീഷണികളുടെ മുഴുവൻ സ്പെക്ട്രത്തെയും തടയുന്നതിനും നശിപ്പിക്കുന്നതിനുമായാണ് ആസ്റ്റർ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തത്. 150 കിലോമീറ്റർ ദൂരത്തിലും 25 കിലോമീറ്റർ ഉയരത്തിലും എത്തുന്ന ഏതൊരു വ്യോമ ലക്ഷ്യത്തെയും കൃത്യമായി നശിപ്പിക്കാൻ ആസ്റ്റർ 30 സംവിധാനങ്ങൾക്ക് കഴിയും. 7ാമതായി മീഡിയം എക്സ്റ്റൻഡഡ് എയർ ഡിഫൻസ് സിസ്റ്റം. നാറ്റോ നിയന്ത്രിത വികസനത്തിലുള്ള പാട്രിയോട്ട് മിസൈൽ സംവിധാനത്തെ മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഗ്രൗണ്ട് മൊബൈൽ എയർ ആൻഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് മീഡിയം എക്സ്റ്റൻഡഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നത്. അമേരിക്ക, ജർമ്മനി, ഇറ്റലി എന്നിവയുടെ സംയുക്ത വികസനമായാണ് ഈ പരിപാടി അറിയപ്പെടുന്നത്. തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, താഴ്ന്നതും ഉയർന്നതുമായ ക്രൂയിസ് മിസൈലുകൾ, വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ മീഡിയം എക്സ്റ്റൻഡഡ് എയർ ഡിഫൻസ് സിസ്റ്റം പുതിയ പാട്രിയോട്ട് അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റി 3 മിസൈൽ സെഗ്മെന്റ് എൻഹാൻസ്മെന്റ് മിസൈലുകൾ ഉപയോഗിക്കുന്നു. പാട്രിയോട്ട് സിസ്റ്റത്തെക്കാളും അത്യാധുനിക റഡാറുകളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുവെങ്കിലും പാട്രിയോട്ട് സിസ്റ്റത്തിന്റെ അതേ റേഞ്ച് തന്നെയാണ് ഈ സിസ്റ്റത്തിനുമുള്ളത്. അതിനാൽ തന്നെ 360 ഡിഗ്രി പ്രതിരോധ ശേഷിയുള്ള മീഡിയം എക്സ്റ്റൻഡഡ് എയർ ഡിഫൻസ് സിസ്റ്റം വിപുലീകരിച്ച കവറേജോടുകൂടിയ ഗ്രൗണ്ട് മൊബൈൽ എയർ ആൻഡ് മിസൈൽ പ്രതിരോധവും നൽകി പോരുന്നു. 8ാമതായി ബെരാക്കൈറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം. LRSAM അല്ലെങ്കിൽ MRSAM എന്നും അറിയപ്പെടുന്ന ബെരാക്കൈറ്റ് സിസ്റ്റം ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. 150 കിലോമീറ്റർ പരമാവധി റേഞ്ചുള്ള ബെരാക്കൈറ്റ് സിസ്റ്റം വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ, UAVകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, കോമ്പാറ്റ് ജെറ്റുകൾ എന്നിവയുൾപ്പെടെ ഏത് തരത്തിലുമുള്ള വായുവിലൂടെയുള്ള ഭീഷണികൾക്കെതിരെയും പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ DRDOയും ഇസ്രായേലിന്റെ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്ന ബെരാക്കൈറ്റ് ഡിഫൻസ് സിസ്റ്റം വിവിധ വ്യോമാക്രമണ ഭീഷണികൾക്കെതിരെ 360 ഡിഗ്രി പ്രതിരോധം നൽകുന്നു. കൂടാതെ എല്ലാ കാലാവസ്ഥയിലും രാവും പകലും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാനും ബെരാക്കൈറ്റിന് കഴിയും. 9ാമതായി ആകാശ് മിസൈൽ സിസ്റ്റം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഇടത്തരം മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് എന്നത്. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് കീഴിലാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ പോലെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ നേരിടാൻ ഈ സംവിധാനത്തിന് കഴിയും. 18,000 മീറ്റർ ഉയരത്തിലും 90 കിലോമീറ്റർ അകലെയുമുള്ള ടാർഗറ്റ് എയർക്രാഫ്റ്റുകളെ ഈ മിസൈലിനെ നേരിടാൻ കഴിയും. ആകാശ് ബാറ്ററിയിൽ ഒരു രാജീവ് 3D പാസീവ് ഇലക്ട്രോണിക് സ്റ്റാൻഡർ റഡാറും 3 മിസൈലുകൾ വീതമുള്ള 4 ലോഞ്ചറുകളും ഉണ്ടായിരിക്കും. ഓരോ ബാറ്ററിക്കും ഒരേ സമയം 64 ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ 12 എണ്ണത്തിൽ ഇടപഴകാനും കഴിയും. 10ാമതായി അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം. അയൺ ഡോം എന്നത് റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഇസ്രായേലി മൊബൈൽ ഓൾ വെതർ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. 4 മുതൽ 70 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ നിന്നും തൊടുത്തുവിടുന്ന ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളും പീരങ്കി ഷെല്ലുകളും തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനുമായി ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഘടകമാണ് ELM-2084 റഡാർ സിസ്റ്റം. റോക്കറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ, മോർട്ടാറുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തരംതിരിക്കാനും കഴിവുള്ള ഒരു മൾട്ടി മിഷൻ റഡാർ സംവിധാനമാണിത്. റാഫേൽ പറയുന്നതനുസരിച്ച് അയൺ ഡോം സിസ്റ്റം ഇതുവരെ ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടയുകയും ഇവയുടെ സക്സസ് റേറ്റ് 90% കവിയുകയും ചെയ്തിരിക്കുന്നു. ഒരൊറ്റ ട്രക്കിൽ തന്നെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന മൊബൈൽ വേരിയന്റ് കൂടിയാണ് അയൺ ഡോം സിസ്റ്റം. ലോകത്തിൽ അയൺ ഡോം പോലെ കഴിവുകൊണ്ട് ചർച്ചയായി മാറിയ മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ല എന്നതിൽ നിന്ന് തന്നെ ഇതിന്റെ കഴിവ് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ.